നമുക്ക് ഈ ഒരു വെർച്വലൈസേഷന്റെ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ പോകുമ്പോഴത്തേനും എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഹൈ അവൈലബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സെർവർ ക്രാഷ് ആയിപ്പോയി. ക്രാഷ് ആയി പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സെർവറിൽ ഒരു OS കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുള്ളൂ. അത് ക്രാഷ് ആയ ആ ഒരു ആപ്ലിക്കേഷനല്ലേ പോവുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. കാരണം ഇതിനകത്ത് നമ്മൾ വെർച്വൽ മെഷീൻസ് കുറെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ വെർച്വൽ മെഷീൻ ഈ ഇത്രയും വെർച്വൽ മെഷീൻ കൂടെ ഒരുമിച്ച് ക്രാഷ് ആവുക. അപ്പം ഇമ്പാക്ട് ഭയങ്കരമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മുടെ ഹൈ അവൈലബിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയും അതിന്റെ ഒരു ആവശ്യകത അവിടെ ശരിക്കും വരുന്നത്. അപ്പം നമ്മൾ എന്ത് കൊടുക്കും, വേറൊരു സെർവർ സെറ്റപ്പ് ചെയ്യും. എന്നിട്ട് ഇതൊരു ക്ലസ്റ്റർ ഒക്കെ ആക്കി നമുക്ക് ഇതിന്റെ ഒരു ക്ലസ്റ്റർ ആക്കിയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ആപ്ലിക്കേഷൻ സെർവേഴ്സ് വെച്ചിട്ട് അല്ലെ ഈ വെർച്വൽ മെഷീൻസ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം മൈക്രോസോഫ്റ്റിന്റെ SQL സെർവർ ആണെന്നുണ്ടെങ്കിൽ SQL സെർവറിന്റെ ക്ലസ്റ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സും ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ സർവീസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ബ്യൂട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു സെർവർ, ഒരു വെർച്വൽ മെഷീൻ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് നമുക്ക് ഈ സെർവറിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ സെർവറിന്റെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഒക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പം ഈ കുറച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പം ഈ പറഞ്ഞ സെർവേഴ്സിനൊക്കെ ചിലപ്പോൾ ഇമ്പാക്ട് ആകാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ഒരു റണ്ണിങ് സെർവറിനെ അതുപോലെ എടുത്ത് മൈഗ്രേറ്റ് ചെയ്തിട്ട് പുതിയ വേറൊരു ഹാർഡ്വെയറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ഹാർഡ്വെയറിൽ റണ്ണിങ് ആയിട്ടുള്ള ഒരു വെർച്വൽ മെഷീനെ നമുക്ക് അതേപോലെ തന്നെ റണ്ണിങ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഹാർഡ്വെയറിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇതിന് സർവീസ് ഡിസ്ട്രപ്ഷനോ അല്ലെങ്കിൽ സർവീസ് ഡീഗ്രഡേഷനോ ഒന്നും വരത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു വെർച്വലൈസേഷന്റെ ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനെ vMotion എന്നാണ് പറയുന്നത്. ഇതാണ് ഈ വെർച്വലൈസേഷന്റെ മറ്റൊരു വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു വെർച്വലൈസേഷന്റെ കാര്യം.